നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ള വ്യക്തി ഇപ്പൊ നോ കോണ്ടാക്റ്റിലാണ്. അപ്പൊ ഈ വ്യക്തി എന്തുകൊണ്ടാണ് നോ കോണ്ടാക്റ്റിൽ പോയിരിക്കുന്നത് നിങ്ങൾക്കറിയില്ല. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ഇവരെ ഇപ്പൊ വേറെ ഏതെങ്കിലും ബന്ധത്തില് ആണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എനിക്കൊരു പേഴ്സണൽ റീഡിംഗ് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പൊ അതൊന്ന് ജനറൽ റീഡിംഗ് എടുക്കാന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഇവിടെ 3 നമ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. 1, 2, 3. നിങ്ങൾക്ക് ഇതിൽ ഏത് നമ്പർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോ ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഓറക്കിൾ മെസ്സേജ് വെച്ച് റീഡിംഗ് തുടങ്ങാം. ഭഗവാനെ, നിങ്ങൾ നമ്പർ സെലക്ട് ചെയ്തോളൂ. അതിനിടയ്ക്ക് നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ, ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഇനി കാർഡുമെല്ലാം വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇത് ഈ ഓറക്കിൾ മെസ്സേജസ് എല്ലാവർക്കും കോമൺ ആയിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ, വേറെ വേറെ എടുക്കുന്നില്ല. ഇത് എല്ലാവർക്കും കൂടെയുള്ള 3 ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ്. ഓൾറൈറ്റ്, ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് 6 കാർഡുകളാണ്. ഒന്നാമത്തെ കാർഡ് പറയുന്നത് രുദ്രമന്ത്രം ജപിക്കണമെന്നുള്ളതാണ്. അത് രുദ്രനെ വിശ്വസിക്കുന്നവർക്ക് രുദ്രമന്ത്രം ജപിക്കാം. 108 പ്രാവശ്യം ജപിക്കണം. ഓം നമോ ഭഗവതേ രുദ്രായ, ഇതാണ് ജപിക്കേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാർഡ് ഡിവൈൻ വിസ്ഡം. നിങ്ങളുടെ ഇന്നർ വോയിസ്, നമ്മുടെ ഉള്ളിലിരുന്ന് ആരെങ്കിലും ഒക്കെ നമ്മളോട് ഇന്നത് ചെയ്യാൻ പാടില്ല, നീ അങ്ങോട്ട് പോയ പ്രശ്നമാണെന്നൊക്കെ ഇങ്ങനെ പറയില്ലേ. ചില സമയത്ത് നമ്മൾ കേൾക്കാറുണ്ട്, നമുക്ക് ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച കാര്യം ചെയ്യണ്ടെന്ന് ആരെങ്കിലും നമ്മുടെ മനസ്സിലിരുന്ന് പറഞ്ഞാൽ നമുക്ക് പോയി പണിയൊക്കെ ഞാൻ ചെയ്യും, എനിക്ക് ചെയ്യണം, പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പൊ നിങ്ങളുടെ ഉള്ളിലിരുന്ന് ആ പറയുന്ന ആളെ നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങളത് ശ്രദ്ധിക്കണം, അവഗണിക്കരുത് എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ കാർഡ് സീസ് ദ മൊമെന്റ്, എക്സിക്യൂട്ട് യുവർ പ്ലാൻസ് ഫോർ സക്സസ്. ഇപ്പോ നിങ്ങള് കുറെ നാളായിട്ട് പല ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്, എന്തെങ്കിലുമൊക്കെ തുടങ്ങണമെന്നൊക്കെ. അതൊക്കെ നിങ്ങളെ ഹോൾഡിൽ ഇട്ടേക്കാണ്. അപ്പോ ഇപ്പോ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. അത് ഇപ്പൊ തുടങ്ങിയാൽ സക്സസ്ഫുൾ ആകും എന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളത് ഡിലേസ്, വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം. ഇപ്പൊ നിങ്ങള് എന്ത് കാര്യം ചിലരോട് പറയുന്നത്, നിങ്ങളുടെ കാര്യം ചിലര് തുടങ്ങുമ്പോൾ അത് നടക്കാതിരുന്നത് അതിനുള്ള സമയമായിട്ടില്ല, അതിന് സമയമാവുമ്പോഴേ നടക്കുള്ളൂ. ഇത് രണ്ടും കോൺട്രഡിക്ഷൻ. അപ്പൊ 2 ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓരോരുത്തർ തുടങ്ങിക്കഴിഞ്ഞു, അത് ബ്ലോക്ക് വരുന്നു, അതിന്റെ കാരണമാണ്. ഇത് തുടങ്ങിയിട്ടില്ല, തുടങ്ങാതെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കാൻ, പിന്നെ തുടങ്ങാനുള്ളത്. അങ്ങനെയുള്ളവരോടാണ് തുടങ്ങിക്കോളൂ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ ഒരു വലിയ ജേർണി നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്, ഒരു യാത്ര വരുന്നുണ്ട്. അത് ചിലപ്പോൾ സ്പിരിച്വാലിറ്റിയിലേക്കുള്ള യാത്രയായിരിക്കാം, ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാനുള്ളതായിരിക്കാം, ഒരു റിലേഷൻഷിപ്പിന്റെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യാത്രയായിരിക്കാം, എന്തോ ഒരു ലോങ് ജേർണി. ഈ ജേർണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെയധികം സ്ട്രഗിൾ ഉണ്ടാവും, പക്ഷെ അവസാനം സക്സസ്ഫുൾ ആകും. അപ്പോ ആറാമത്തെ കാർഡ് പറയുന്നത് ടേക്ക് എ ബ്രേക്ക് ആൻഡ് റിജുവിനേറ്റ്. നിങ്ങൾ ഭയങ്കര ബിസിയാണ്, നിങ്ങൾ എന്തോ ഒരു കാര്യത്തില് തലപുകഞ്ഞ് അവിടെ പെട്ടുകിടക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റുന്നില്ല. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളൊരു ബ്രേക്ക് എടുക്കുക, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കൂടെ നോക്കണം. ആദ്യത്തെ പ്രയോറിറ്റി നിങ്ങളാണ്, നമുക്ക് മനസ്സിലാവാറില്ല. പ്രയോറിറ്റി നമ്മൾക്ക് ആരോഗ്യമുണ്ടെങ്കിലേ നമ്മൾക്ക് മറ്റുള്ളവരെ നോക്കാൻ പറ്റുള്ളൂ, നമ്മൾക്ക് നമ്മളെ അടുത്ത് പൈസ ഉണ്ടെങ്കിലേ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ അപ്പൊ നമ്മൾ ആദ്യം നമ്മളുടെ ഹെൽത്തും നമ്മളുടെ ഫിനാൻസും സെറ്റിൽ ആക്കണം. മനസ്സിലായോ? അതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ടാരോ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ വ്യക്തി ഇപ്പൊ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ഈ വ്യക്തിയുടെ എനർജി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് ആദ്യം. ഇവരിപ്പൊ വേറെ ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പിൽ ആണോ എന്നതാണ് നമ്മളുടെ സംശയം. അപ്പൊ അതിന് തുടക്കമായിട്ടുള്ള ക്വസ്റ്റ്യൻ,
സോറി, ഞാൻ നമ്പർ മാറ്റി പറഞ്ഞില്ല. ഇത് ഒന്നാമത്തെ നമ്പർ, ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. 2ഉം 3ഉം നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള 1, 2, 3 ഞാൻ മാറ്റി വെക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. സോറി, റിലേ പോയി. ഇതിനകത്ത് ഞാൻ കൂടുതൽ അങ്ങോട്ട് ഇൻവോൾവ് ആകുമ്പോഴേ ചില സമയത്ത് എനിക്ക് റിലേ പോകും. അപ്പോ നമുക്ക് ആദ്യത്തെ ചോദ്യം, ഇവരുടെ എനർജി എന്താണ്? നിങ്ങളുടെ വ്യക്തിയുടെ എനർജി, നിങ്ങൾ തമ്മിലുള്ള അല്ല, നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഇവരുടെ എനർജി എന്താണെന്ന് നോക്കുമ്പോ നമുക്ക് 2 ഇതാണ് കാണിക്കുന്നത്. പഴയ കാര്യങ്ങൾ, അവർക്ക് നൊസ്റ്റാൾജിയ വരുന്നുണ്ട്. നിങ്ങളെ കുറിച്ചുള്ളതായിരിക്കാം. അപ്പൊ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കാം. അപ്പൊ ചിലപ്പോ വേറെ ആരെങ്കിലുമായിട്ടുള്ള ഓർമ്മകൾ അവരെ അലട്ടാൻ തുടങ്ങിയപ്പോഴായിരിക്കാം അവർക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അപ്പൊ ഇവർക്ക് വേറെ റിലേഷൻഷിപ്പിൽ ആയിരുന്നിരിക്കാം ഇവര്. അപ്പൊ ആരെങ്കിലും അവഗണിച്ചിട്ടാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വന്നതെങ്കിൽ ഇവരെ ആ ചിന്തകള് അലട്ടിയത് കൊണ്ടാണ് അവർ തിരിച്ചങ്ങോട്ട്, അവർക്ക് ഉറക്കമില്ലായ്മയായി, അങ്ങനെയാണ് അവരങ്ങോട്ട് പോയത് എന്ന് കാണിക്കും. രണ്ടാമത്തെ മെസ്സേജ് വരുന്നത് നിങ്ങളുമായിട്ടുള്ള ഇപ്പോഴത്തെ എനർജി അല്ലേ ഇത്. അപ്പോ നിങ്ങളുമായിട്ടുള്ള കാര്യങ്ങളാണ്, ഓർമ്മകളാണ് അവർക്ക് വരുന്നത് വളരെ സ്ട്രോങ് ആയിട്ട്. നിങ്ങളുമായിട്ട് നല്ലൊരു ബോണ്ടായിരുന്നു. അപ്പോ 2 മെസ്സേജാണ് എനിക്ക് വന്നത്. രണ്ടാമത്തെ, എനിക്ക് ഈ മെസ്സേജ് എടുക്കാനാണ് കൂടുതൽ ആഗ്രഹം. അപ്പൊ നിങ്ങളെ കുറിച്ച് ഓർത്തിട്ട് ഈ വ്യക്തിക്ക് ഉറക്കമില്ല, ഊണില്ല, ആകെ കൂടെ തലയ്ക്ക് ഭയങ്കര ഭ്രമമായിട്ടിരിക്കുകയാണ്. ഒട്ടും സമാധാനമില്ലാത്ത ഒരു അവസ്ഥയാണ് ഇത്. അക്വേറിയസ്, ലിബ്ര, ജെമിനി, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. അപ്പൊ നിങ്ങളില്ലാതെ ഈ വ്യക്തിക്ക് പറ്റില്ല. നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയാണിത് എന്നാണ് കാണിക്കുന്നത്. അപ്പോ ഇവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കണം. ഇപ്പൊ ഇവരുടെ അവസ്ഥ എന്താണ്? ഇവരുടെ എനർജി എന്ന് പറഞ്ഞാൽ ഇവര് ഭയങ്കര, ഇപ്പൊ ഏത് അവസ്ഥയിലാണെങ്കിലും ഇവര് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തിരിക്കുന്നു. കാരണം നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ഇല്ല. അപ്പൊ നിങ്ങളുടെ ഓർമ്മകൾ ഇവരെ ഭയങ്കര, അപ്പൊ ഇവര് എവിടെയായിരുന്നോട്ടെ നിങ്ങളുടെ ഓർമ്മകളാണ് ഇവരെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവരില്. നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങളെ എന്തെങ്കിലും ചില സമയത്ത് നമ്മള് ഈ പോകുന്നവര് ചില സമയത്ത് ആ ഒരു മൂച്ചിലങ്ങ് ഇറങ്ങി പോകുന്നത്. അപ്പൊ അവരെന്താ ചെയ്യുന്ന വെച്ചാല്, ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും സാധനം മേടിക്കാൻ അയച്ചപ്പോഴായിരിക്കും ഒറ്റ പോക്കൊന്ന് പോയത്. ചിലർ അങ്ങനെ നമ്മള് വടക്ക് നോക്കിയ അല്ല, ചിന്താവിഷ്ടയായ ശ്യാമള അല്ലെ, അതല്ലേ, ഭർത്താവ് ഇറങ്ങി പോവുകയാണ് എന്തെങ്കിലും സാധനം മേടിക്കുന്നത്, പിന്നെ കുറെ ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് എവിടെയെങ്കിലുമൊക്കെ കറങ്ങിട്ട് വരുന്നത്. അങ്ങനെയുള്ള ചില ബന്ധങ്ങളായിരിക്കും. അപ്പൊ ഒരാളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഇയാൾ എവിടെ പോയിന്ന് അറിയില്ല. അപ്പൊ സംശയം വേറെ സ്ത്രീയോ പുരുഷനോ ആരെങ്കിലും കണ്ട് അവരുമായിട്ട് പോയി കളഞ്ഞോ എന്നൊക്കെ ഒരു ചിന്തയുണ്ട്. അപ്പൊ ഇവിടെ പക്ഷെ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ് ഇവരെ അലട്ടുന്നത് കേട്ടോ. അത് വളരെ സ്ട്രോങ് ആണ് ഇവിടെ, വളരെയധികം നിങ്ങളെ കുറിച്ചുള്ള ചിന്ത. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും സാധനം മേടിക്കാനായിട്ട് ഇറച്ചി അടുപ്പത്ത് വെച്ചിട്ട് മസാല കണ്ടിട്ടില്ലാതിരുന്നപ്പോ നിങ്ങൾ വേവിച്ചോ, ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ ബോയ്ഫ്രണ്ടോ ഗേൾഫ്രണ്ടോ ഹസ്ബൻഡോ വൈഫോ ആരോ ഇറങ്ങിപ്പോയതാണ്, ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ചിലപ്പോ 2 ദിവസം 3 ദിവസം 5 ദിവസം. ഞാനിത് വളരെ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. കുറെ വർഷങ്ങളായിട്ട് കാണാതിരിക്കുന്നവരും ഉണ്ടാവും. ഇപ്പോഴും നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ഈ വ്യക്തിയെ. കാരണം ഈ വ്യക്തി ഒന്നും പറയാതെയാണ് പോയത്. അപ്പൊ എവിടെ പോയി, എന്ത് പറ്റി, തിരിച്ചു വരും ഒന്നും അറിയില്ല. അപ്പൊ നിങ്ങൾ സ്റ്റക്കാണ് ഇവിടെ. അപ്പൊ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ കുറ്റബോധമുണ്ട്, പറഞ്ഞിട്ട് പോന്നാൽ മതിയായിരുന്നു, അങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്നൊരു ചിന്തയുണ്ട് ഈ വ്യക്തിക്ക്. ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ നോക്കുമ്പോൾ ഈ വ്യക്തി എന്തോ ഒരു ഈ വ്യക്തിക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട് കേട്ടോ. അത് നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷമുള്ള ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ അവരെ അലട്ടുന്നുണ്ട്. നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഗിൽറ്റി ഫീലിംഗ് വരുന്നുണ്ട്, കുറ്റബോധം വരുന്നുണ്ട്. പറയാതെ പോകുന്നതിനും നിങ്ങളെ ഇട്ടിട്ട് പോകുന്നതിനും ഒക്കെ അവർക്ക് ഭയങ്കര സങ്കടമുണ്ട്. പക്ഷേ അവരുടെ അവസ്ഥ എന്താന്ന് വെച്ചാൽ നിങ്ങളിൽ നിന്ന് അവർ പോയപ്പോ അവർ വേറെ ആരോ ആയിട്ട് മുമ്പോട്ട് പോവുകയാണ് ചെയ്തത് കണ്ടോ. നിങ്ങളിൽ നിന്ന് പോയപ്പോ ഇവര് വേറെ ആരുടെയോ കൂടെ പോയി കളഞ്ഞതാണ്. അപ്പോ ആ ഒരു മൂച്ചിന് പോയതാണോ, പ്രലോഭിപ്പിച്ചു കൊണ്ടുപോയതാണോ ഒന്നും അറിയില്ല നമുക്ക്. അങ്ങനെ പോയതാന്ന് പറയുന്നത്. കാരണം ആ കൂടെ പോയിരിക്കുന്ന ആള് വളരെയധികം പൈസയുള്ള ഒരു എനർജിയാണ്. അവര് ചിലപ്പോ നിങ്ങളുടെ വ്യക്തിയെക്കാളും മുതിർന്ന ഒരു സ്ത്രീയോ പുരുഷനോ എന്തെങ്കിലും ആയിരിക്കും. ഈ വ്യക്തി നല്ലവണ്ണം സ്വത്തും പണവും ഉള്ളതാണ്. ചിലപ്പോൾ ഒരു ഡിവോഴ്സി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്രയും പ്രായമായിട്ട് വിവാഹം കഴിക്കാത്ത ഒരാളായിരിക്കാം. എന്തായാലും കുറെ അധികം പ്രതിരോധിച്ചു നോക്കി നിങ്ങളുടെ വ്യക്തി. പക്ഷെ അവസാനം വഴങ്ങി കൊടുക്കുകയാണ് ചെയ്തത്, അവരുടെ കൂടെ അങ്ങ് പോവുകയാണ് ചെയ്തത്. അപ്പൊ അവര് പ്രലോഭനം, ചിലപ്പോൾ നല്ലൊരു ജോലി വാഗ്ദാനം ചെയ്ത, വീട്ടിൽ പോയിട്ട്
ബാഗ് എടുത്തോണ്ട് വരാന്ന് പറഞ്ഞപ്പോ വേണ്ട, ഇതുവഴി വന്നാൽ മതി, നമുക്ക് പിന്നെ സാധനങ്ങൾ മേടിക്കാന്നുള്ള ഒരു ഒറ്റ കൊച്ചില് പോയ പോലെ. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ വ്യക്തി കുറെ ഇപ്പോഴും അവരെ പ്രതിരോധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് തിരിച്ചു വരാൻ വേണ്ടി. പക്ഷെ എന്തോ ഒരു കാര്യം കൊണ്ട് ഇവിടെ സ്റ്റക്കാണ്. ചിലപ്പോൾ ഈ വ്യക്തിയുടെ പാസ്പോർട്ടോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ എന്തെങ്കിലും വാലിഡ് ആയ സർട്ടിഫിക്കറ്റ്സോ എന്തെങ്കിലും ഒക്കെ എടുത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഈ വ്യക്തിയെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണം. അപ്പൊ ഇതുകൊണ്ട് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, വ്യക്തി പോരണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു അബദ്ധത്തിൽ ഒരു കുഴിയിൽ ചെന്ന് ചാടിയിരിക്കുകയാണ്, ട്രാപ്ഡ് ആണ് അവിടെ, പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല വ്യക്തിക്ക്. കുറെ അധികം റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല എന്നാണ് പറയുന്നത്. അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പൊ വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത ഒരു അവസ്ഥയാണ്, പക്ഷെ എന്നാലും അതിനകത്ത് പെട്ടുപോയി. ഇനി നമ്മൾ ചോദിക്കുന്നത്, ഇവർ ഇപ്പോൾ വേറെ റിലേഷൻഷിപ്പിലാണോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ചോദിക്കാം, ഇതിപ്പം ഇനി ഫ്രണ്ട്സ് കൊണ്ടുപോയതാണോ അല്ലെങ്കിൽ വേറെ വീട്ടുകാർ പിടിച്ചുകൊണ്ട് പോയതാണോ നമുക്കറിയില്ല. അപ്പൊ ഇവര് വേറൊരു റിലേഷൻഷിപ്പിലാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരു ചിലപ്പോ ഇതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഈ വ്യക്തി ചിലപ്പോൾ ആ വ്യക്തിയുടെ സൗന്ദര്യത്തില്, അതുപോലെ അവരുടെ പണത്തില് അവരെ പ്രലോഭിപ്പിച്ച് ഇങ്ങനെ ജോലി വാഗ്ദാനം ചെയ്തിട്ടായിരിക്കും കൊണ്ടുപോയത്, നല്ല ഭാവി വാഗ്ദാനം ചെയ്തിട്ടായിരിക്കും കൊണ്ടുപോയത്, എന്തോ ഒരു. അപ്പൊ ഇവിടെ മേ ബി എന്നാണ്, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാമെന്ന് പറയുന്നത്. നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ കാർഡ്. ഇതൊരു കൺഫ്യൂഷന്റെ കാർഡാണ്, 7 ഓഫ് കപ്സ്. ഈ നിങ്ങളുടെ വ്യക്തിക്ക് അറിയില്ല നിങ്ങളുടെ വ്യക്തി ഇതിനകത്ത് എങ്ങനെയാണ് വന്ന് പെട്ടത്. ഇത് ഒരു വേൾഡിന്റെ ട്രാവൽ ആണ്, ട്രാവൽ കാർഡാണ്. അപ്പൊ പിന്നെ ആ 7 ഓഫ് കപ്സ് പിന്നെ തിരിച്ചു വന്നേക്കുന്നുണ്ടോ. അപ്പോ ഈ വ്യക്തിക്ക് ഒരു യാത്രയുടെ കാര്യമാണിത് കേട്ടോ. ഇത് ആരോ എവിടെയോ യാത്രക്ക് കൊണ്ടുപോയതാണ് ഈ വ്യക്തിയെ, മനസ്സിലായോ. അപ്പോ എബ്രോഡ് എന്തെങ്കിലും പോകുന്നെങ്കിൽ വരുന്നെങ്കിൽ കൊണ്ടുപോകാം, ജോലി വാഗ്ദാനം. അപ്പൊ കുറച്ച് നാളായിട്ട് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ കുറച്ച് നാളായിട്ടുള്ള പരിചയമാണ്. ചിലപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഫ്യൂച്ചർ നന്നാക്കാൻ വേണ്ടി കുറച്ച് പൈസ കിട്ടിയാൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഈ വ്യക്തി പോയത്, അവരോട് സംസാരിച്ച് തുടങ്ങിയത്. ചിലപ്പോൾ ഇവര് എബ്രോഡുള്ള ഒരാളായിരിക്കാം. എന്തായാലും വ്യക്തിക്ക് അറിഞ്ഞൂടാ ഇതൊരു റിലേഷൻഷിപ്പ് ആണോ അല്ലയോ എന്ന് തീരുമാനിച്ചിട്ടില്ല വ്യക്തി. ഇത് ആ ഒരൊറ്റ മൂച്ചിന് ഒരു നല്ലൊരു ഭാവി പ്രതീക്ഷിച്ച് പോയതായിരിക്കും. നിങ്ങളെ മനസ്സിന്റെ കളഞ്ഞിട്ടില്ല, നിങ്ങൾ എപ്പോഴും ഉണ്ട്. പക്ഷെ ഇവിടെ എന്തെങ്കിലും എത്തിപ്പെടണം, അതിന് വേണ്ടിയിട്ടാണ് ഇവരുടെ കൂടെ പോയതെന്നാണ് പറയുന്നത്. ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ തന്നെയാണ്. ഇമോഷണൽ പ്രശ്നങ്ങളുണ്ട്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ. അപ്പൊ കൊണ്ടുപോയിരിക്കുന്ന ആള് കുറച്ചൊരു സ്റ്റബൺ ആയ ഒരാളാണ്, അങ്ങനെ വിട്ട് കളയുന്ന ഒരാളല്ല എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ്, നമുക്കത് ചോദിക്കാം. ഇത്രയും കാർഡൊക്കെ വീണ രക്ഷയില്ല. ഈ കാർഡ് എന്താ, ചാരിയറ്റ് വന്നിട്ടുണ്ട്, 10 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് വന്നിട്ടുണ്ട്, ക്വീൻ ഓഫ് സ്വേർഡ്സ് അപ്രൈറ്റ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം, നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം നിങ്ങളെ വഞ്ചിക്കുകയാണെന്ന്. അത് അംഗീകരിക്കുന്നില്ല വ്യക്തി, അതിന് മുഖം തിരിച്ചിരിക്കുകയാണ്. ഞാൻ ആരെയും വഞ്ചിച്ചിട്ടൊന്നുമില്ല, ചതിക്കാനൊന്നുമല്ല, നമ്മളുടെ നല്ല ഭാവിക്കുന്നതാണ് നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നത്. അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് ഈ വ്യക്തി ഇങ്ങനെയാണ് വിചാരിക്കുന്നത്. ആ ഒരൊറ്റ ഇതിലങ്ങ് ഇറങ്ങിപ്പോയതാണ്, ചാരിയറ്റ് ആണ്. ഒരൊറ്റ തോന്നലിൽ അങ്ങ് മുമ്പോട്ട് കുതിച്ചു പാഞ്ഞാണ് പോയത്, ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടിയാണ് പോയത് എന്ന് പറയുന്നത്. അപ്പൊ വളരെ സ്ട്രോങ് ആയ മൈൻഡാണ്, എനിക്കിത് കിട്ടിയേ തീരുവുള്ളൂ, എന്നാലേ എന്റെ ഭാവി നന്നാവുള്ളൂ എന്നൊരു മനസ്സിലാണ് ഈ വ്യക്തി പോയിരിക്കുന്നത്. ഇവിടെ ചതിക്കണം, വഞ്ചിക്കണം എന്നൊന്നും ഈ വ്യക്തി വിചാരിച്ചിട്ടില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങൾക്ക് തീരുമാനിക്കാമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ വ്യക്തി നിങ്ങളെ വഞ്ചിച്ചിട്ടൊന്നുമില്ല, ഈ വ്യക്തി ഇതിനകത്ത് പെട്ടുപോയതാണെന്ന് പറയുന്നത്. കാരണം നിങ്ങൾ കൂടെയുള്ള ഒരു ഭാവിക്ക്, നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി ഇതിലേക്ക് പോയെന്ന് പറയുന്നുണ്ട്. അപ്പൊ യൂണിവേഴ്സ് പറയുന്നത്, ഇതിപ്പോ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നതാണ്. യൂണിവേഴ്സ് അല്ല നിങ്ങളുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത്, നിങ്ങളാണ്. വേണോ വേണ്ടയോ, റിലേഷൻഷിപ്പിന് വേണ്ടി കാത്തിരിക്കണോ വേണ്ടയോ. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കാം, പക്ഷെ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആണ്, ആരും നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നില്ല നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന്. അതാണ് യൂണിവേഴ്സ് നിങ്ങളോട്. അപ്പൊ ഇപ്പോ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഈ വ്യക്തി പോയി, ഈ വ്യക്തി എവിടെയും എത്തിയിട്ടില്ല ഇപ്പോഴും. എത്ര നാളെടുക്കും തിരിച്ചു വരാൻ, ആ സമയത്ത് തിരിച്ചു വരുമോ, ഇപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ട്, നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു പരിപാടി കാണുന്നില്ല, എവിടെയും ഒരു കമ്മ്യൂണിക്കേഷൻ എവിടെയും കണ്ടില്ല. അപ്പൊ തൽക്കാലത്തേക്ക് ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യില്ല. അപ്പൊ നിങ്ങൾ ഒരെത്തും പിടിയില്ലാണ്ടാണ് വെയിറ്റ് ചെയ്യാൻ പോകുന്നത്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം, വേണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഉപേക്ഷിച്ചിട്ട് മുമ്പോട്ട് പോവുക കേട്ടോ. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അക്വേറിയസ്, ലിബ്ര, ജെമിനി, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ക്യാൻസർ. ഇതാണ് ഒന്നാമത്തെ കാർഡിന്റെ റീഡിംഗ്.
ഇനി നമ്മൾ രണ്ടാമത്തെ കാർഡിന്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ നമ്പർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. കണ്ടല്ലോ. alright. അപ്പൊ നമുക്ക് ടാരോട് ചോദിക്കാം. എന്താണ് നിങ്ങളുടെ വ്യക്തി, നിങ്ങളുമായിട്ട് ലോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന വ്യക്തി വേറെ ആരെങ്കിലുമായിട്ട് ഇപ്പോ റിലേഷൻഷിപ്പിലാണോ എന്ന ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഈ നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയാണ് അറിയേണ്ടത്. ഭഗവാനെ ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഈ വ്യക്തിയുടെ എനർജിയാണ് നമ്മൾ ചോദിക്കുന്നത്. ഭഗവാനെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓക്കെ, കുഴപ്പമില്ല കാർഡ്. താങ്ക് യു. ഓക്കെ. അപ്പൊ നമുക്ക് ക്വീൻ ഓഫ് വാൻസ് ഇവിടെ വന്നിട്ടുണ്ട്, 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, 6 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, പിന്നെ വന്നിരിക്കുന്നത് ഒരു ടവറാണ്. ഈ വ്യക്തിയുടെ എനർജിയിൽ ഇപ്പൊ ടവറാണ്. ഈ വ്യക്തി ഒരു തേർഡ് പാർട്ടി കണക്ഷനിലായിരുന്നു. തേർഡ് പാർട്ടി കണക്ഷൻ, ആദ്യം തേർഡ് പാർട്ടിയുമായിട്ട് കണക്ഷൻ വന്നപ്പോൾ ഇവർ ചിലപ്പോൾ ഒരേ ഒപ്പം ജോലി ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു അസിസ്റ്റന്റ് ആയിട്ട് കയറിയതായിരിക്കാം. എന്തായാലും ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ തേർഡ് പാർട്ടി ഓഫർ ചെയ്തപ്പോൾ, റിലേഷൻഷിപ്പ് ഓഫർ ചെയ്തപ്പോൾ നിങ്ങളുടെ വ്യക്തി അത് തിരസ്കരിക്കുകയാണ് ചെയ്തത്. പിന്നീട് നിങ്ങളുടെ വ്യക്തിക്ക് തോന്നി ഇത് നല്ലൊരു ഓപ്ഷൻ ആണെന്ന് തോന്നി. അപ്പൊ അതുകൊണ്ട് അത് സ്വീകരിച്ചു. അപ്പൊ അവിടെ ഒരു പബ്ലിക്, ഇത് ആദ്യം രഹസ്യമായിട്ടായിരുന്നു തേർഡ് പാർട്ടി കണക്ഷൻ, പിന്നെ അത് പബ്ലിക്കായി, നാട്ടുകാരെല്ലാം അറിഞ്ഞു. അവിടെ ഒരു വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായി. അപ്പൊ നിങ്ങൾ ഇതിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പൊ തേർഡ് പാർട്ടിയുമായിട്ട് ഒരു കണക്ഷൻ ഉള്ള ഒരു എനർജിയാണിത്. അപ്പൊ തന്നെ നമുക്ക് അറിയാൻ പറ്റി ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. ഇനി ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ ഇവിടെ ഒരു ടവർ മൊമെന്റ് കാണിക്കുന്നുണ്ട്. ടവർ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ രഹസ്യമായിട്ട് തുടങ്ങിയ കാര്യം പരസ്യമായപ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് രണ്ടുപേരും റിലേഷൻഷിപ്പിൽ ഉള്ളവരാണെങ്കിൽ, എന്നുവെച്ചാൽ വേറെ ആളുകളായിട്ട് റിലേഷൻഷിപ്പിലാണ്, മാരീഡ് ആണ്, പിന്നെ അതുമല്ല ഇത് ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്ത റിലേഷൻഷിപ്പ് ആണെങ്കിലൊക്കെ 4 പേര് അറിയുമ്പോൾ വളരെയധികം പ്രശ്നം ഉണ്ടാവും. ചിലപ്പോൾ ഇവരുടെ ഭർത്താവോ ഭാര്യയോ ആരെങ്കിലും ഒക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രകമ്പനത്തിൽ നിൽക്കുകയാണ്. അത്രയും പ്രശ്നം ഉണ്ടായി. അപ്പോ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, സ്കോർപിയോ, ഇത്രയുമാണ് സോഡിയാക് സൈൻ. എന്താണ് ഇത്, ഇവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് എനർജി ചോദിച്ചപ്പോൾ കുറെ കാർഡുകൾ വന്നു, അത് വേണ്ടാന്ന് പറഞ്ഞ് പിന്നെ വന്നത് 4 കാർഡാണ്. ഞാൻ എടുത്തതാണ്, ചിലപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളായിരിക്കാം. ഭഗവാനെ, ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഒരു പുതിയ ഒരു തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങളുമായിട്ട് ഒരു തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രശ്നം, റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കാം, പക്ഷെ ആ റിലേഷൻഷിപ്പ് ഇപ്പോഴും ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. മനസ്സിലായോ? അത് ഒരു പൊട്ടിത്തെറി ഉണ്ടായി, ഭയങ്കരമായി നിങ്ങളും ബഹളം ഉണ്ടാക്കി, എല്ലാവരും ബഹളം ഉണ്ടാക്കി, അവരുടെ വീട്ടുകാർ, തേർഡ് പാർട്ടിയുടെ വീട്ടുകാർ ബഹളം ഉണ്ടാക്കി, ആകെ പ്രശ്നമായിട്ട് എല്ലാവരും കൂടെ വ്യക്തിയെ ബ്ലോക്ക് ചെയ്തു. അപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നോ കോണ്ടാക്റ്റിലേക്ക് നിങ്ങളും വ്യക്തിയും പോയിരിക്കുന്നത്. അപ്പൊ ഇനി ആ വ്യക്തിയുടെ അവസ്ഥ ചോദിക്കുമ്പോൾ ഈ വ്യക്തി ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ധൈര്യമില്ല. മനസ്സിലായോ? അപ്പൊ സ്വന്തം തെറ്റുകൾ ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഞാൻ തെറ്റ് ചെയ്തു എന്ന് ഞാൻ തുറന്ന് പറഞ്ഞാല് നിങ്ങൾ എങ്ങനെ എന്നെ നോക്കും? അതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ചിന്ത. ഇപ്പോ തെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ എത്ര ചോദിച്ചാലും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഈ വ്യക്തി പറയുള്ളൂ. വ്യക്തിക്ക് സത്യം നിങ്ങളോട് പറയാൻ പറ്റില്ല. നിങ്ങളോട് സത്യം പറഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും വിശ്വസിക്കില്ല. ചിലപ്പോൾ നിങ്ങൾ ഇതോടുകൂടി റിലേഷൻഷിപ്പ് അവസാനിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഒരു റിസ്ക് എടുത്ത് നോക്കാം, നിങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാം, രണ്ടും കൽപ്പിച്ച്. പക്ഷെ ഞാൻ ഒരിക്കലും സത്യം ആക്സെപ്റ്റ് ചെയ്യില്ല, ഞാൻ തെറ്റൊന്നും ഞാൻ ചെയ്തു എന്ന് സമ്മതിക്കില്ല എന്നൊരു മനസ്സാണ് നിങ്ങളുടെ വ്യക്തിക്ക്. നിങ്ങളുമായിട്ട് ലോങ് ടേം പ്ലാൻ ഉണ്ട് വ്യക്തിക്ക്. നേരെ തേർഡ് പാർട്ടി കണക്ഷൻ ഉള്ളപ്പോഴും നിങ്ങളുമായിട്ടൊരു ലോങ് ടേം പ്ലാൻ ആയിരുന്നു വ്യക്തിയുടെ ആഗ്രഹം. ഇപ്പോഴും ലോങ് ടേം ആണ്. കുറെ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കുറെ ആ വ്യക്തി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തി പറഞ്ഞത്. അപ്പൊ നല്ലൊരു ഫ്യൂച്ചർ ആയിരുന്നേനെ നിങ്ങൾ തമ്മിൽ. അതിനിടയിലാണ് തേർഡ് പാർട്ടിയുടെ റിലേഷൻഷിപ്പ് വന്ന് പൊട്ടിത്തെറി ഉണ്ടായത്. അപ്പൊ വ്യക്തിയുടെ മനസ്സിൽ വ്യക്തി പറയുന്നത് ഞാൻ ഒരിക്കലും സത്യം സമ്മതിക്കില്ല, ഞാൻ ഒരു കാര്യവും ഇല്ല, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല, വെറുതെ ആൾക്കാര് പ്രശ്നം ഉണ്ടാക്കിയതാണ്, വെറുതെ കള്ളത്തരം പറഞ്ഞ് ഞങ്ങളെ കുടുക്കിയതാണ് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തി. മനസ്സിലായി? ചെയ്ത കാര്യങ്ങളൊന്നും സമ്മതിക്കില്ല. നിങ്ങൾ എത്ര ചോദിച്ചാലും ഈ വ്യക്തി പറയും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. അതാണ് ഈ വ്യക്തിയുടെ മനസ്സ്.
Alright. അപ്പോ ഇവിടെ ഏരീസ് എക്വേറിയസ് ഫുൾ കാർഡ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഉള്ളത് ലിയോ ആണ്, സ്ട്രെങ്ത് കാർഡ് ആണ്. പിന്നെ ഉള്ളത് 7 ഓഫ് പെന്റക്കിൾസ് ആണ്, ടോറസ് വെർഗോ കാപ്രിക്കോൺ. അപ്പൊ ഈ വ്യക്തി നല്ല പ്ലാനിങ്ങിലാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത്. എന്ത് ചെയ്താലും സമ്മതിക്കില്ല. ഈ വ്യക്തി നിങ്ങളും ആ തേർഡ് പാർട്ടിയും ഇവരുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായതിനെ കുറിച്ച് ഒരിക്കലും തന്നെ ഞാൻ എന്താണ് നോക്കിയെന്ന് അറിയാമോ? അതിനകത്ത് 10 ആണോ 10 മിനിറ്റ് ആണോ 20 മിനിറ്റ് ആണോ എനിക്ക് കൺഫ്യൂഷൻ ആയി. രണ്ടാമത്തെ റീഡിംഗ് ആയിട്ട് 10 മിനിറ്റ് ആയിട്ടുള്ളൂ എന്നായി പോയി. എവിടെയാ പോയെന്ന് അറിയില്ല. അതാണ് ചോദിച്ചത്. സോറി, നിങ്ങളെ നോക്കിയതല്ല. ഓക്കെ, ക്ഷമിക്കുന്നു. തുറച്ചു നോക്കിയാന്ന് വിചാരിക്കും നിങ്ങൾ. ഇവർ ഇപ്പോൾ വേറെ റിലേഷൻഷിപ്പിലാണോ എന്നാണ് നമ്മളുടെ ചോദ്യം. നമുക്ക് ചോദിക്കാം, നിങ്ങളുടെ വ്യക്തി നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ഈ വ്യക്തി വേറെ ആരെങ്കിലുമായിട്ട് ബന്ധത്തിലാണോ? നോ. തേർഡ് പാർട്ടി കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് പോയി കണ്ടോ? നോ എന്ന് പറയുന്നുണ്ട്. ഇപ്പോ തേർഡ് പാർട്ടി കണക്ഷനിലല്ല ഈ വ്യക്തി, പക്ഷെ ഇപ്പൊ ടെൻഷനിലാണ്. ആ ചെയ്ത കാര്യം എങ്ങനെ നിങ്ങളിലേക്ക് തിരിച്ചെത്താം? നോ കോണ്ടാക്റ്റിലാണ്. എന്ത് മുഖവുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരും? നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ ചോദിക്കും, അത് സത്യമാണോ ഞാൻ കേട്ടത്? നിങ്ങൾ എന്തിലാണ് വന്നത്? നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ ചോദിക്കും. നിങ്ങളുമായിട്ട് കണ്ടിന്യൂ ചെയ്യാനാണെന്ന് പറയും വ്യക്തി. പക്ഷേ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ വേണം. ഈ തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങൾക്ക് ബന്ധം ഉണ്ടായിരുന്നു എന്ന ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുമ്പോൾ ഈ വ്യക്തി നോ പറയും. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻ ആണ്. വളരെയധികം ടെൻഷനാണ്. നോക്കുന്നത് 9 ഓഫ് സ്വേർഡ്സ് ആണ് ഇവരുടെ കാർഡ് വന്നിരിക്കുന്നത്. നോ എന്നാണ് പറയുന്നത്. ഈ വ്യക്തി ഇപ്പോ തേർഡ് പാർട്ടിയായിട്ട് കണക്ഷൻ ഇല്ല. പക്ഷെ കഴിഞ്ഞ കാര്യമാണെങ്കിലും നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇരുന്നപ്പോ നടന്നതായതുകൊണ്ട് ഈ വ്യക്തിക്ക് വേറെ വഴിയില്ല. ഈ ഒരു ചോദ്യം ഈ വ്യക്തി ഫേസ് ചെയ്തേ പറ്റുള്ളൂ. അത് ഈ വ്യക്തിക്ക് അറിയാം. അതിൻ്റെതായ ടെൻഷനിലാണ് ഈ വ്യക്തി. നിങ്ങൾക്കുള്ള അഡ്വൈസ് ഉണ്ട്. അപ്പൊ ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കേട്ടോ, അടുത്ത് തന്നെ. എന്താണ് നിങ്ങൾക്കുള്ള അഡ്വൈസ്? നിങ്ങൾക്കുള്ള അഡ്വൈസ് ചോദിച്ചപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. വളരെ സ്ട്രാറ്റജിക് ആയിട്ട് പെരുമാറുന്ന ഒരു എനർജിയാണ്. എടുത്തു ചാട്ടി ഒരു വാക്ക് പോലും പറയാത്ത ഒരു എനർജിയാണ് ഈ നൈറ്റ് ഓഫ് പെന്റക്കിൾസ്. ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ്. ഇത് അക്വേറിയസ് ലിബ്ര ജെമിനി ആണ് കേട്ടോ. ഇത് ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ്. ആ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് വളരെ പ്ലാനിങ്ങോടുകൂടി മുമ്പോട്ട് പോകുന്ന ഒരു എനർജിയാണ്. അപ്പൊ നിങ്ങൾക്കുള്ള അഡ്വൈസിലാണ് ഇത് വന്നിരിക്കുന്നത്. രണ്ടാമത്തത് ഹാങ്ഡ് മാൻ ആണ്. നിങ്ങൾ എപ്പോഴും നമ്മൾ രണ്ട് സൈഡും കേൾക്കണം എന്നാണ് ഹാങ്ഡ് മാൻ. വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലാണ് തേർഡ് പാർട്ടിയുമായിട്ട് പിടിച്ചു വ്യക്തിയെ, എന്നിട്ട് ആണ് നിങ്ങൾ വഴക്കുണ്ടാക്കി അങ്ങനെ പോയതാണ്. ഈ വ്യക്തി തിരിച്ചു വരുമ്പോൾ ആ വ്യക്തി പറയുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. അപ്പോ നമ്മള് ആ വ്യക്തി എന്തുകൊണ്ട് ആ വ്യക്തി അങ്ങനെ ചെയ്തു, നമ്മൾ ഒരിക്കലും എന്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ നടക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ നടന്നു, അതിനെ ഓർത്തിട്ടാണ് നമ്മൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക നമ്മുടെ ലൈഫിൽ. എന്തുകൊണ്ട് ആ വ്യക്തി അങ്ങനെ ചെയ്തു, ഇത് എങ്ങനെയാണ് ഇവര് തമ്മിൽ റിലേഷൻഷിപ്പിൽ വന്നത്, ആരാണ് ഉത്തരവാദി, എന്താണ് കാര്യം, ഇതൊക്കെ നമ്മൾ അറിയേണ്ടതാണ് അല്ലെ. ഒരാള് വെറുതെ ചെന്നൊരു തേർഡ് പാർട്ടി കണക്ഷൻ കൊടുക്കില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട്. അത് നിങ്ങൾ ചോദിക്കും. യൂണിവേഴ്സ് പറയുന്നത്, ആ വ്യക്തി പറയുന്നത് നിങ്ങൾ കേൾക്കുക. നുണയാണെങ്കിലും നിങ്ങൾ കേൾക്കുക. കേട്ടിട്ട് നിങ്ങൾ അതിനായിട്ടുള്ള ഒരു തീരുമാനം, നിങ്ങൾ കുറച്ച് സമയം എടുത്ത് അതിനെക്കുറിച്ച് തീരുമാനം എടുക്കണം എന്ന് പറയുന്നുണ്ട്. ഹെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം അനലൈസ് ചെയ്യണം തിയറി കുറിച്ച്. കാരണം ഇത് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമാണ്. ഈ വ്യക്തി ഒരു ലോങ് ടേം പ്ലാൻ ആണ്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ ഗേൾഫ്രണ്ടോ ബോയ്ഫ്രണ്ടോ ആരെങ്കിലും ആയിരിക്കും. നിങ്ങളൊരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്തിരുന്നതാണ്, ഇപ്പോഴും അത് ആക്റ്റീവ് ആണ്. ഇത് നോ കോണ്ടാക്റ്റിലാണെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ വളരെയധികം ആലോചിച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ. ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ വെർഗോ ആണ്. വെർഗോ കീറി മുറിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ഒരു രണ്ട് കഷ്ണത്തിൽ എടുത്തിട്ട് അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് അതിനെ പിന്നെയും പല കഷ്ണങ്ങളാക്കും. അതിൽ നിന്ന് ഓരോ കഷ്ണങ്ങൾ ഇങ്ങനെയാണ് വെർഗോ അനലൈസ് ചെയ്യുക. ഡീപ്പായിട്ട് പോകുമ്പോൾ ഒരു പ്രോബ്ലത്തിന്റെ അവസാനം വരെ പോയിട്ടാണ് അവരോരോ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ വെർഗോ അവരെ പോലെ. പിന്നെ 8 ഓഫ് കപ്സ്. 8 ഓഫ് കപ്സ് ആണ്, നിങ്ങൾ ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇമോഷണലി ഇൻവെസ്റ്റഡ് ആവരുത്. കാരണം ഇത് ചിലപ്പോൾ നാളെ ഈ റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. കാരണം ഒരു പ്രാവശ്യം യൂണിവേഴ്സ് പറയുന്നതാണ്, ഒരു പ്രാവശ്യം നമ്മളോട് തെറ്റ് ചെയ്ത് നമ്മൾ അവരോട് ക്ഷമിച്ചു കഴിഞ്ഞാല് അത് ചിലപ്പോൾ അവർ വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ വ്യക്തിക്ക് ഒരു ചാൻസ് കൊടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇമോഷണലി ഈ വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് പോകരുത്. മനസ്സിലായോ? കുറച്ച് നാളെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യുക. മനസ്സിലായോ? വന്ന ഉടനെ സ്വീകരിക്കരുതെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഹെയറോഫാൻഡ് വന്നിട്ടുണ്ട്. ഹെയറോഫാൻഡ് എന്ന് പറഞ്ഞാല് ട്രഡീഷണൽ ആയ വളരെ കൺസർവേറ്റീവ്. അപ്പൊ നിങ്ങളിപ്പോ ആരോടെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടുകാരോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ
വീട്ടുകാർ നിങ്ങളോട് പറയും ട്രഡീഷൻ, ഇപ്പൊ നിങ്ങൾ വിവാഹം കഴിച്ചതല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ മോതിരം മാറിയതല്ലേ, ഇനിയിപ്പോ ഉപേക്ഷിക്കണ്ട, ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ നിങ്ങൾക്ക് ഏത് റിലേഷൻഷിപ്പ് വരും, ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ മനസ്സ് മാറ്റാനൊക്കെ ആരെങ്കിലുമൊക്കെ ശ്രമിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിനകത്ത് ഇമോഷണൽ ആയിട്ട് ഇടപെടരുത്. നിങ്ങൾ വളരെ പ്രാക്ടിക്കലും ലോജിക്കലുമായിട്ട് ഈ വ്യക്തി തിരിച്ചു വരുമ്പോൾ ഈ സിറ്റുവേഷൻ അവലോകനം ചെയ്തിട്ട് നിങ്ങൾ അവർക്കൊരു ചാൻസ് കൊടുക്കണമെന്നല്ല യൂണിവേഴ്സ് പറഞ്ഞത്, ചാൻസ് കൊടുത്താലും നിങ്ങൾ അവരെ ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ ഇതിനകത്ത് ഇൻവെസ്റ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ഇവർ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അത് പിന്നെയും വേദന വരും, ഭയങ്കരമായ സങ്കടമാവും, കൺഫ്യൂഷൻ ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് പറയുന്ന എടുത്തു ചാടി ഇവരെ സ്വീകരിക്കരുത്. കുറച്ചൊന്ന് അവര് സത്യം, നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ ഒരാള് നമ്മളോടൊക്കെ കുറ്റബോധം വരുന്നത് നമ്മൾ തെറ്റ് ചെയ്തു, എനിക്ക് തെറ്റ് ചെയ്തു പോയി, സോറി, അതാണ് കുറ്റബോധം. തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കുറ്റബോധം ഇല്ല എന്നല്ലേ, അല്ലെ? അപ്പൊ ഈ വ്യക്തി, നിങ്ങളുടെ ഈ വ്യക്തി ഇവിടെ കാണിക്കുന്ന എനർജി എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ചെയ്ത തെറ്റ് ഒരിക്കലും അംഗീകരിക്കില്ല എന്നാണ്. നിങ്ങളെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഈ വ്യക്തി. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഇനിയും തെറ്റ് ചെയ്താലും അതും സ്വീകരിക്കില്ല, അംഗീകരിക്കില്ല. ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ലല്ലോ, ചെയ്തിട്ടില്ല. ചിലരൊക്കെ ഇങ്ങനെ രൂപക്കൂട് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കയറി ഇരിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നടക്കുന്ന ഇങ്ങനത്തെ കുറെ എനർജീസ് ഉണ്ട്. അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആ വ്യക്തിയോട് ക്ഷമിക്കണം എന്നല്ല, ക്ഷമിക്കുക എന്നത് മേ ബി ഒരു ചാൻസ് കൊടുക്കുക, പക്ഷെ 100% അവരെ വിശ്വസിക്കരുത്. കാരണം ഇനിയും നമ്മൾ ഒരു പ്രാവശ്യം ചാൻസ് കൊടുക്കുമ്പോൾ തന്നെ അവർ പിന്നെയും ചെയ്യും. അല്ലെങ്കിൽ ഈ വ്യക്തി, പ്രത്യേകിച്ച് ഈ വ്യക്തി സോറി പറയുന്നുമില്ല, തെറ്റ് അംഗീകരിക്കുന്നുമില്ല, അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് കുറ്റബോധമില്ല. അപ്പൊ വീണ്ടും വീണ്ടും ചെയ്യും ഈ തെറ്റുകൾ. അതാണ് നിങ്ങളോട് പറയുന്നത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, പൈസിസ്, വെർഗോ, ക്യാൻസർ, പൈസിസ്, സ്കോർപിയോ, ടോറസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോ രണ്ടാമത്തെ റീഡിംഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി മൂന്നാമത്തെ റീഡിംഗ്. അയ്യോ, ഭയങ്കരമാണല്ലേ ചില റിലേഷൻഷിപ്പ് ഒക്കെ, സമ്മതിക്കണേ ഇതിനകത്തൊക്കെ വിട്ട ആളുകള്. മൂന്നാമത്തെ നമ്പറിന്റെ റീഡിംഗ് ആണ്. എനിക്ക് ഈ റീഡിങ്സ് എടുക്കുമ്പോൾ ചില സമയത്ത് ഭയങ്കര വിഷമം വരും ആൾക്കാരുടെ. പോട്ടെ, മൂന്നാമത്തെ റീഡിംഗ്. നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് ഇരിക്കുന്ന ഈ വ്യക്തി വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ ആണോ എന്ന ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി, ഇവരുടെ ഇപ്പോഴത്തെ എനർജിയാണ് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്, ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനെ, നിങ്ങളുടെ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ചോദിക്കുന്നു. ഒരു കാർഡ വന്നത്, ഈ വ്യക്തി ഭയങ്കര ഇഷ്ടംപോലെ പൈസയുള്ള, അപ്പൊ വളരെയധികം കരിയറിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് ഈ വ്യക്തി. എന്ന് വെച്ചാല് കരിയർ ആണ് ഈ വ്യക്തിയുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ബാക്കി എല്ലാം റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും അത് പിന്നീടാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഓക്കെ, ഇത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. കിങ് ഓഫ് പെന്റക്കിൾസ് ആണ്. കിങ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ വളരെ ജനറസ് ആയ ഒരാളാണ്. സമ്പാദിക്കുന്ന പൈസ അങ്ങനെ സ്വരുക്കൂട്ടി വെക്കുന്ന ആളല്ല, ചെലവാക്കുന്ന ആളാണ് ആവശ്യത്തിന്. അപ്പോ വ്യക്തിക്ക് ഇഷ്ടമുള്ള ആളുകൾക്കെല്ലാം നന്നായിട്ട് സഹായിക്കുന്ന, ഫിനാൻഷ്യലി സഹായിക്കുന്ന ഒരു എനർജിയാണ്. റിലേഷൻഷിപ്പിൽ കുറച്ച് സൂക്ഷിക്കേണ്ട ഒരു എനർജിയാണിത്. ഓക്കെ, ഇത് ഇവിടെ മൂൺ കാർഡ് വന്നിട്ടുണ്ട്. കുറെ അധികം സീക്രട്സ് ഈ വ്യക്തി ഒളിപ്പിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നൈറ്റ് ഓഫ് വാൻസ് റിവേഴ്സ്, സർപ്പമാണിത്. സർപ്പം എന്ന് പറഞ്ഞാൽ വിഷസർപ്പമാണ്. നൈറ്റ് ഓഫ് വാൻസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ വ്യക്തിയുടെ പാസ്റ്റിലോ പ്രസന്റിലോ മേ ബി ഫ്യൂച്ചറിലും ഈ വ്യക്തിക്ക് കുറച്ച് ഉഴപ്പ് സ്വഭാവമുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു എനർജി ആയിരുന്നു ഈ വ്യക്തി. ഇപ്പോ ഈ വ്യക്തിയുടെ സ്വഭാവത്തിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ വ്യക്തി ചെയ്ത് കൂട്ടിയിരിക്കുന്ന കാര്യങ്ങളൊന്നും ആരോടും വ്യക്തി പറയില്ല. ഒരിക്കലും ഈ വ്യക്തിയെ കുറിച്ചുള്ള പേഴ്സണൽ കാര്യങ്ങളോ ഒന്നും ഈ വ്യക്തി കമ്മിറ്റ്മെന്റും തരില്ല. എന്ന് വെച്ചാൽ ഓക്കെ, നമുക്ക് ഫ്യൂച്ചർ ഉണ്ട്, നമ്മൾ തമ്മിൽ വിവാഹം കഴിക്കും. ഇതൊരു തേർഡ് പാർട്ടി കണക്ഷന്റെ ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത്. എന്തായാലും ഇത് ഈ വ്യക്തിക്ക് തേർഡ് പാർട്ടി കണക്ഷൻസ് കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു എനർജിയാണ് വരുന്നത്. അപ്പോ ശരിക്കും ഈ വ്യക്തിയുടെ ഉദ്ദേശം ഒരിക്കലും ആരോടും പറയില്ല. മനസ്സിലായി? വളരെയധികം സീക്രട്ട് ആയിട്ട് പെരുമാറുന്ന ഒരു എനർജിയാണ് ഈ വ്യക്തി. പാസ്റ്റും ആരോടും പറയില്ല, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഉദ്ദേശവും പറയില്ല.
മനസ്സിലായോ? അങ്ങനത്തെ ഒരു എനർജിയാണ്. പക്ഷെ കമ്മിറ്റ്മെന്റ് തരില്ല. നിങ്ങളെ കല്യാണം കഴിക്കാന്നൊന്നും വ്യക്തി പറയില്ല. മനസ്സിലായോ? വളരെ നിങ്ങളെ ഇമോഷണൽ ആയിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ നന്നായിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിച്ചു കേൾക്കുന്ന ഒരാളാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി നിങ്ങളോട് അഭിപ്രായം പറയുകയില്ല. ഇത് ക്യാൻസർ പൈസസ് ആണ്. ഇത് ടോറസ് വെർഗോ കാപ്രിക്കോൺ, ഇത് ഏരിയസ് ലിയോ സാജിറ്റേറിയസ്. ഓൾറൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ വ്യക്തിയുടെ അവസ്ഥ എന്താണ്? ഇപ്പോ ഈ വ്യക്തി വേറൊരു റിലേഷൻഷിപ്പും കൂടെ ഈ വ്യക്തി അങ്ങോട്ട് ചെന്നതാണ്. വേറൊരു റിലേഷൻഷിപ്പും കൂടെ ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പോ. അപ്പോ ഈ വ്യക്തി ഓൾറെഡി മാരീഡ് ആയിരിക്കാം ചിലപ്പോ. അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ ഒരു വിവാഹാലോചന, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ വേറൊരു റിലേഷൻഷിപ്പ് കൂടെ ഈ വ്യക്തിക്കുണ്ട്. ഇതൊരു തേർഡ് പാർട്ടി കണക്ഷൻ ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത്. കാരണം ഇവിടെ 6 ഓഫ് പെന്റക്കിൾസ് ഉണ്ട്. 6 ഓഫ് പെന്റക്കിൾസ് ഒരു തേർഡ് പാർട്ടി കണക്ഷന്റെ ഒരു ഇതാണ് വരിക. കാരണം പൈസ ഷെയർ ചെയ്യുന്നു രണ്ട് ഫാമിലി ആയിട്ട്. പക്ഷെ ഇവിടെ രസം എന്താണെന്ന് വെച്ചാല് ഇപ്പോ ഈ വ്യക്തിക്ക് കൂടുതൽ ഇഷ്ടം ആരോടാണ്? അവർക്കാണ് കൂടുതൽ സഹായം ചെയ്യുന്നത്. മറ്റവർക്ക് അളന്നു കുറിച്ചുള്ള സഹായം. അത് ചിലപ്പോൾ ലീഗൽ പാർട്ട്ണറിനാണ്, ലീഗലായിട്ട് കല്യാണം കഴിച്ചവർക്കാണ് എപ്പോഴും പ്രശ്നം ഉണ്ടാവുക. എന്നാലും പക്ഷെ ഇതൊരു ടോറസ് വെർഗോ കാപ്രിക്കോൺ ആയതുകൊണ്ട് അവര് മാരീഡ് ആണെങ്കിലും കമ്മിറ്റഡ് ആണെങ്കിലും അവർക്ക് അവരോ കമ്മിറ്റഡ് ആയ ആൾക്കാരോടോ അല്ലെങ്കിൽ മാരീഡ് ആയ ആളുകളോടാണ് കൂടുതൽ, അവരുടെ വൈഫോ ഹസ്ബൻഡോ അല്ലെങ്കിൽ കമ്മിറ്റഡ് ഗേൾഫ്രണ്ടോ ബോയ്ഫ്രണ്ടോ ഫിയാൻസിയോ ഫിയാൻസെ ആരാണെങ്കിലും അവരോടാണ് കൂടുതൽ കമ്മിറ്റ്മെന്റ് റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്യുന്ന അവരോടാണ്. മറ്റുള്ളവരോട് അത്ര അധികം വരില്ല. അപ്പൊ നിങ്ങൾ ഒരു തേർഡ് പാർട്ടി ആണെങ്കിൽ നിങ്ങളോട് അധികം അറ്റാച്ച്മെന്റ് ഇല്ല ഈ വ്യക്തിക്ക്. നിങ്ങൾ പോയാലും ഈ വ്യക്തിക്ക് അത് എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ഇതാണ് കാണിക്കുന്നത്. അപ്പൊ ഈ വ്യക്തി ഒരു പുതിയൊരു കണക്ഷൻ, ഒരു ലവ് ഓഫർ ഈ വ്യക്തി കൊടുത്തിട്ടുണ്ട്. ഒരു പുതിയൊരു ബന്ധത്തിൽ ഈ വ്യക്തി ഏർപ്പെട്ടിട്ടുണ്ട്. തീരുമാനം എടുത്തിട്ടില്ല. അപ്പൊ ഇപ്പൊ ഒരു കല്യാണാലോചനയാണ് നിങ്ങൾക്ക് വന്നതെങ്കിൽ, എന്നിട്ട് നിങ്ങളുമായിട്ടുള്ള കല്യാണാലോചന വന്നിട്ട് വീട്ടുകാർ സംസാരിക്കുന്നു, നിങ്ങൾ സംസാരിച്ചു തുടങ്ങി. അപ്പൊ നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിക്കാൻ തുടങ്ങി. പക്ഷെ ഈ വ്യക്തി നിങ്ങളെ ഒരു ആലോചനയായിട്ടാണ് കണ്ടത്. അതിനിടയിലാണ് നോ കോണ്ടാക്റ്റിലേക്ക് പോയിരിക്കുന്നത്. അപ്പൊ ഈ വ്യക്തിക്ക് വേറെ ഏതൊരു ഓഫർ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വീട്ടുകാർ പറയുന്ന കാര്യം ഈ വ്യക്തി കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം അവരെയും കൂടെ ഇത് നോക്കിയിട്ട് ഈ വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോ ഈ വ്യക്തി തൽക്കാലത്തേക്ക് ഒരു തീരുമാനവും എടുത്തിട്ടില്ല. നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിലാണെങ്കിൽ തന്നെ തേർഡ് പാർട്ടി കണക്ഷൻ ആണ്, വിവാഹിതരാണ്, അല്ലെങ്കിൽ ഒരു മാരേജ് പ്രപ്പോസൽ വന്നതാണ്. എങ്ങനെ എടുത്താലും ഇപ്പൊ ഒരു ഡിസിഷനും എടുത്തിട്ടില്ല ഈ വ്യക്തി എന്നാണ് പറയുന്നത്. ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും ഒരു ഡിസിഷൻ എടുത്തില്ല. പക്ഷെ മാരീഡ് ആണെങ്കിൽ തേർഡ് പാർട്ടിയെ കുറിച്ചിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ടില്ല എന്നാണ്. റിലേഷൻ ഉണ്ട്, പക്ഷെ അവരോട് സീരിയസ് ആവണോ വേണ്ടയോ എന്ന് തീരുമാനം എടുത്തിട്ടില്ല. ഇപ്പോ ഈ വ്യക്തി മാരീഡ് അല്ല, നിങ്ങൾ മാരീഡ് ആണ്, നിങ്ങളാണ് തേർഡ് പാർട്ടി എങ്കിൽ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യണോ എന്ന് വ്യക്തി തീരുമാനം എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നോ കോണ്ടാക്റ്റിൽ പോയത്. അപ്പൊ നിങ്ങൾ കൂടുതൽ അടുക്കാൻ ശ്രമിച്ചപ്പോൾ ചിലപ്പോൾ പേടിച്ചു പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ബാക്ക് ഔട്ട് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പൊ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായോ? പ്രപ്പോസൽ ആണെങ്കിലും ഈ വ്യക്തി തീരുമാനം എടുത്തിട്ടില്ല. ഫാമിലി മൊത്തം ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുമായിട്ടുള്ള ഒരു വിവാഹം നടക്കുകയുള്ളൂ. ടോറസ് വെർഗോ കാപ്രിക്കോൺ, ക്യാൻസർ പൈസസ് സ്കോർപിയോ, ടോറസ് വെർഗോ കാപ്രിക്കോൺ. ഓൾറൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവരിപ്പോ ഒരു റിലേഷൻഷിപ്പിലാണ്. അപ്പൊ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിലാണ് വ്യക്തി. നിങ്ങളും ഇവരും ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പിലാണോ എന്ന് ചോദിക്കുമ്പോൾ മേ ബി എന്നാണ് പറയുന്നത്. ഈ വ്യക്തി എന്തോ ഒരു അവസ്ഥയിൽ സ്റ്റക്ക് ആണെന്നാണ് പറയുന്നത്. പക്ഷെ അത് റിലേഷൻഷിപ്പ് ആയിട്ട് ഇവര് അംഗീകരിച്ചിട്ടില്ല. എന്തോ ഒരു അവസ്ഥയിൽ സ്റ്റക്ക് ആണ്. ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല ഇവർക്ക്. അപ്പോ ഇവര് തൽക്കാലത്തേക്ക് ഈ ഒരു നിങ്ങളുമായിട്ടുള്ള ബന്ധം പോസ് ചെയ്തേക്കാണ്. കാരണം തീരുമാനം എടുത്തിട്ടില്ല. ജഗ്ലിംഗ് ആണ്, വേറെ എന്തൊക്കെയോ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാരീഡ് ആണ്, തേർഡ് പാർട്ടി കണക്ഷൻ കൊണ്ടാണ് ഈ വ്യക്തി നോ കോണ്ടാക്റ്റിൽ പോയിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തേർഡ് പാർട്ടി ആണ്, നിങ്ങൾ കൂടുതൽ അടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഈ വ്യക്തി നോ കോണ്ടാക്റ്റിൽ പോയിരിക്കുന്നത്. അതല്ലത് പ്രപ്പോസൽ വന്നതാണ്, എന്നിട്ടാണ് ഈ വ്യക്തി നോ കോണ്ടാക്റ്റിൽ പോയി. എന്തായാലും തൽക്കാലത്തേക്ക് ഈ വ്യക്തി എല്ലാം ഇങ്ങനെ തൽക്കാലത്തേക്ക് എനിക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല, വേറെ കുറെ കാര്യങ്ങൾ എനിക്കുണ്ട്, അപ്പോ സമയം കിട്ടുമ്പോൾ തിരിച്ചു വരാം എന്നൊരു ഇതിലാണ്. അപ്പൊ ഒരു റിലേഷൻഷിപ്പും കൊണ്ടല്ല ഈ വ്യക്തി ഇപ്പൊ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്നതെന്നാണ് ഈ പറഞ്ഞു തരുന്നത്. ഇത് പൈസീസ് സോഡിയാക് സൈൻ ആണ്. തൽക്കാലത്തേക്ക് എല്ലാം ഒന്ന് ഒഴിവാക്കിയിട്ട് ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്നൊരു ഇതാണ് വ്യക്തി. അപ്പൊ കുറെ കാര്യങ്ങൾ എന്തൊക്കെയോ നടക്കുന്നുണ്ട് വ്യക്തിയുടെ ജീവിതത്തില്. നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല അതിനെ കുറിച്ചിട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ വ്യക്തി വളരെ സീക്രട്ടീവ് ആണ്. ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും എല്ലാവരോടും പറയുന്നതല്ല. അത്രയും ക്ലോസ് ആയ ആൾക്കാരോട്
വിശ്വസിക്കാമെന്ന് പറയാൻ പറ്റുന്ന ആളുകളോട് മാത്രമേ ഇവര് കാര്യങ്ങൾ പറയുള്ളൂ. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ്? ഇത് പൈസസ് ആണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്കുള്ള അഡ്വൈസ് വെച്ചിട്ട് ഈ 2 കാർഡും കൂടെ വന്നു. അപ്പോ 3 കാർഡുകളാണ് വന്നിരിക്കുന്നത്. 2 of wands വന്നിട്ടുണ്ട്, Ace of swords വന്നിട്ടുണ്ട്, 6 of swords വന്നിട്ടുണ്ട്. ഈ വ്യക്തി എന്തോ ഒരു ചോയ്സ് എടുക്കുമെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മിക്കവാറും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ കമ്മ്യൂണിക്കേഷൻ, ഈ ചോയ്സ് ചിലപ്പോൾ നിങ്ങളെ ആയിരിക്കും ചൂസ് ചെയ്യുന്ന വ്യക്തി കേട്ടോ. സമയമാകുമോ, നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഒരു സാധ്യത വരുന്നുണ്ട്. കാരണം ഈ വ്യക്തി ആലോചിക്കുകയാണ് ഏത് ചൂസ് ചെയ്യണം. 2 കാര്യങ്ങൾ ഈ വ്യക്തിയുടെ മുമ്പിലുണ്ട്. അതിൽ ഒരു കാര്യമാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. അത് മിക്കവാറും നിങ്ങളായിരിക്കും. കാരണം ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ ബ്ലോക്ക് ചെയ്തെടുക്കണം. ഒരു കമ്മ്യൂണിക്കേഷൻ അൺബ്ലോക്ക് ചെയ്യും, നിങ്ങളായിട്ട് സംസാരിച്ച് തുടങ്ങും. എന്നിട്ട് നിങ്ങളോട് പറയും റെഡി ആയിരുന്നോ, നമുക്ക് പോകാം എന്ന് പറയും. നിങ്ങളെ സ്വീകരിക്കും ഈ വ്യക്തി. നിങ്ങളെ കൊണ്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കണ്ടോ, 6 of swords ആണ്. ഈ വ്യക്തി നിങ്ങളെയും കൊണ്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞത്. ഇതെല്ലാം ഒരാളുടെ ജീവിതത്തിൽ പല അവസ്ഥകളാണ്, ഓരോരുത്തരുടെ ജീവിതത്തിൽ. അപ്പൊ ഇപ്പൊ വ്യക്തി മാരീഡ് ആണെങ്കിലും നിങ്ങളെ ചൂസ് ചെയ്യും. കല്യാണം പ്രപ്പോസൽ വന്നതാണെങ്കിലും നിങ്ങളെ ചൂസ് ചെയ്യും. ഇനിയിപ്പോ നിങ്ങൾ തേർഡ് പാർട്ടി ആണെങ്കിലും, നിങ്ങൾ മാരീഡ് ആണ്, ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. നിങ്ങൾ തേർഡ് പാർട്ടി ആണ്, ആ വ്യക്തിക്ക് വേറെ ഹസ്ബൻഡോ വൈഫോ ഉണ്ടെങ്കിലും അവരെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പൊ നിങ്ങൾ റെഡി ആയിട്ടിരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പക്ഷെ റഷ് ചെയ്യരുത്. ഈ വ്യക്തിയുടെ സമയമാകുമ്പോഴേ ഈ വ്യക്തി ഇതൊക്കെ നിങ്ങളോട് പറയുകയും നിങ്ങളോട് റെഡി ആയിട്ടിരുന്നു ഞാൻ വരുന്നുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. കൊള്ളാം. 2 of wands, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Ace of swords ആണ്. അത് കമ്മ്യൂണിക്കേഷന്റെ കാർഡാണ്, പുതിയൊരു കമ്മ്യൂണിക്കേഷൻ. Aquarius, Libra, Gemini, 6 of swords, Aquarius, Libra, Gemini. ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് നിങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പുമായിട്ട് വ്യക്തി വരും കേട്ടോ. അപ്പൊ നല്ല റീഡിംഗ് ആയിരുന്നു. ആദ്യമൊക്കെ ഒരു ടെൻഷൻ ആണെങ്കിലും പിന്നെ ഭാഗ്യം രക്ഷപ്പെട്ടു. ഓക്കെ. അപ്പൊ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ റീഡിംഗ് ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയുമായ ആരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ.